ആനാട് ശശിയുടെ ആത്മഹത്യയിൽ സഹോദരന്റെ നിർണായക വെളിപ്പെടുത്തൽ കൈരളി ന്യൂസിനോട്. ആത്മഹത്യയ്ക്ക് കാരണം കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതെന്ന സഹോദരൻ ജയചന്ദ്രൻ. പണം തിരികെ ലഭിക്കില്ലെന്ന നിരാശ ശശിയെ കടുത്ത വിഷാദരോഗത്തിലേക്ക് നയിച്ചെന്നും ജയചന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കമലേഷ് തെക്കേക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മനോരമയുടെ പ്രാദേശിക ലേഖകനും അതുപോലെ കോൺഗ്രസ് അനുഭാവിയുമായിട്ടുള്ള ആനാട് ശശി കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യയുടെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഈ ആനാട് ശശിയുടെ സഹോദരൻ ആനാട് ജയചന്ദ്രൻ കൈരളി ന്യൂസിനോട് നടത്തിയത്. ഈ വെളിപ്പെടുത്തലിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, തൻ്റെ സഹോദരന് 1.62 കോടി രൂപയുടെ നിക്ഷേപം കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നു. പലതവണ ഈ നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ടിട്ടും അത് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. ഇതിന്റെ ഭാഗമായി വലിയ മാനസിക സമ്മർദ്ദത്തിൽ വലിയ വിഷാദ രോഗത്തിലേക്ക് അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നാലെ പലതരത്തിലുള്ള അസുഖങ്ങളും അദ്ദേഹത്തെ ബാധിച്ചു. ഇതിനുശേഷമാണ് ഈ തുക ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന തോന്നലുണ്ടായതിനു ശേഷമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് അദ്ദേഹം പോയത് എന്ന ഒരു വെളിപ്പെടുത്തലാണ് കൈരളി ന്യൂസിനോട് പ്രധാനമായും ഇന്ന് ആനാട് ജയചന്ദ്രൻ, അതായത് ഈ ആനാട് ശശിയുടെ സഹോദരനായിട്ടുള്ള ആനാട് ജയചന്ദ്രൻ നടത്തിയത്. കാരണം വേറൊന്നുമില്ല, ഡിപ്രഷൻ കൊണ്ട് പുള്ളിയുടെ പണം നഷ്ടപ്പെട്ടതിലുള്ള ഡിപ്രഷൻ കൊണ്ട് കുറച്ച് ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ശാരീരിക അസ്വസ്ഥത ഉണ്ടായി, ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് 20,000 രൂപ കിട്ടിയെന്നാണ് ഞാൻ കണ്ട ന്യൂസ്. അതിന് അതിൽ കൂടുതലൊന്നും കിട്ടാൻ വഴിയില്ല. പല പ്രാവശ്യം ചോദിച്ചു, അവിടുത്തെ പല ഇത് ഒഴിവഴികളും പറഞ്ഞു മാറിയെന്നാണ് പറയുന്നത്. ആള് ഏകദേശം കണ്ടാൽ നമുക്ക് ഒരു കഷ്ടം തോന്നുന്ന അവസ്ഥയിലേക്ക് ആരോഗ്യമൊക്കെ പോയി, മാനസികമായി തകർന്ന്, ആരുമായിട്ടും വലിയ കോണ്ടാക്റ്റൊന്നുമില്ല. ഇതൊക്കെ അങ്ങനെ പോയായിരുന്നു. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ അസ്തമിച്ചു. അതാണ് എൻ്റെ കാരണം. ഈ സമാനമായ വിവരങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശദമായ മൊഴി കേസന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിലും ആനാട് ജയചന്ദ്രൻ നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും ഈ വിവരങ്ങളെല്ലാം തന്നെ, ഈ ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇതിൻ്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എല്ലാം തന്നെ പോലീസ് അന്വേഷിക്കും. വളരെ സമഗ്രമായി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസും തീരുമാനിച്ചിട്ടുള്ളത്. ശരി, കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.